മൃഗം. രചന സച്ചിൻ സച്ചി. എന്താടോ താനെന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സ്റ്റേഷനിലേക്ക് കയറി വന്ന DCP മഹേഷ് SI ഷൗക്കത്തിനോട് ചോദിച്ചു. സർ, ഒരു കേസ്, പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ആരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ഞാനും കോൺസ്റ്റബിൾ രഘുവായിട്ടും മാത്രം, ഷൗക്കത്ത് മഹേഷിനോട് പറഞ്ഞു. മഹേഷും ഷൗക്കത്തും ഉറ്റ ചങ്ങാതിമാരാണ്. രണ്ടുപേരും പാലക്കാടാണ് ജോലി ചെയ്യുന്നതും. മഹേഷ് DCP ആണ്, ഷൗക്കത്ത് SI ആണ്. 3 ദിവസം മുൻപ് മിസ്സിംഗ് ആയ അരുൺ എന്ന ചെറുപ്പക്കാരൻ അവനെ 56 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി. കുറച്ച് ഓരോ ഭാഗത്തായി കുഴിച്ചിട്ടു, ചിലത് കത്തിച്ചു കളഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ മലമ്പുഴ ഫോറസ്റ്റ് ഏരിയയിൽ വന്യമൃഗ ശല്യം ഉള്ളിടത്ത് ഉപേക്ഷിച്ചു. ഷൗക്കത്ത് പറഞ്ഞത് കേട്ട് മഹേഷ് ഒരു പകപ്പോടെ അവനെ നോക്കി. ആരാ ഇതിന് പിന്നിൽ? മഹേഷ് ആകാംക്ഷയോട് ചോദിച്ചു. ഒരാളല്ല സർ, അവർ 5 പേരുണ്ട്. മറ്റുള്ളവർ അറിയുന്നതിന് മുന്നേ സാറ് കൂടെയെല്ലാം അറിയണമെന്ന് തോന്നി. ഒരു തീരുമാനം എടുക്കാൻ ഷൗക്കത്ത് ഓഫീസ് റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അവരെവിടെ? മഹേഷ് ചോദിച്ചു. ഷൗക്കത്ത് മഹേഷിനെ ഒരു രഹസ്യമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അരണ്ട വെളിച്ചത്തിൽ നിൽക്കുന്ന ആ പ്രതികളെ കണ്ട് മഹേഷ് ഞെട്ടി. അയാൾ മുന്നോട്ട് നടന്നു. മുന്നിൽ കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന 5 പെൺകുട്ടികൾ. 20-25 വയസ്സ് മാത്രം എല്ലാവർക്കും. ഗോപിക വയസ്സ് 22, താര വയസ്സ് 23, ഐശ്വര്യ വയസ്സ് 20, ലക്ഷ്മി വയസ്സ് 25, അഖില വയസ്സ് 20. ഷൗക്കത്ത് അവരെ നോക്കി പറഞ്ഞു. ഇവരാണോ ആ ചെറുപ്പക്കാരനെ ഇത്രയും ക്രൂരായി കൊന്നത്? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. മഹേഷ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിശ്വസിച്ചേ പറ്റൂ. ആദ്യം എനിക്കും അതിന് കഴിഞ്ഞില്ല. പിന്നെ ആ കൊലപാതകം നടത്താനുണ്ടായ കാരണം പറഞ്ഞപ്പോ, നടത്തിയത് എങ്ങനെയെന്നും പറഞ്ഞപ്പോ ഷൗക്കത്ത് തൊപ്പി ഊരി ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ശരിക്കും നടന്നത് ഷൗക്കത്തെ? മഹേഷ് ചോദിച്ചു. കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ പേര് അരുൺ. നാട്ടിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നു. സ്ഥിരമായൊരു ജോലിയില്ല അവന്. അച്ഛനില്ല, അമ്മയൊരു സഹോദരി മാത്രം, വയസ്സ് 29. ഈ അഖില അവന്റെ ഒരേ ഒരു സഹോദരിയാണ്. ഇനി ഇവർ പറയും എന്തിനാണ് അവനെ കൊന്നതെന്ന്. ഷൗക്കത്ത് അവരെ നോക്കി മഹേഷിനോട് പറഞ്ഞു. നിങ്ങളാണോ അരുണിനെ കൊന്നത്? മഹേഷ് ആ പെൺകുട്ടികളോട് ചോദിച്ചു. അതെ, ഞങ്ങളാണ്, അവർ 5 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണിൽ പകയുടെ കനലെരിയുന്നത് മഹേഷ് കണ്ടു. ഒട്ടും കൂസാതെയുള്ള അവരുടെ മറുപടിയും ധൈര്യത്തോടെയുള്ള നിൽപ്പും കണ്ട മഹേഷിന്റെ മുഖത്തും അത്ഭുതമായിരുന്നു. എന്തിനാ പാവം ചെറുപ്പക്കാരനെ നിങ്ങൾ കൊന്നത്? മഹേഷ് ചോദിച്ചു. മൃഗാണവൻ, മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ ചെന്നായ. അവൻ കാരണം ഇനി ഒരു പെണ്ണിന്റെ ജീവിതവും മാനവും നശിക്കാതിരിക്കാൻ ഞങ്ങൾ അവനെ കൊന്നു, അഖില ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, അവൻ വേദനിപ്പിച്ച നശിപ്പിച്ച പെൺകുട്ടികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊന്നു, ഗോപിക ചിരിയോടെ പറഞ്ഞു. വേദന നിറഞ്ഞുകൊണ്ട് തന്നെ അവൻ ചത്തത്. വെട്ടി നുറുക്കി കൊന്നു ഞങ്ങൾ, ഒരു ഭ്രാന്തിയെ പോലെ, താര പറഞ്ഞു. നിങ്ങളെല്ലാം തമ്മിൽ എങ്ങനെയാണ് പരിചയം? മഹേഷ് ചോദിച്ചു. ഞാനും അഖിയും കൂട്ടുകാരാണ്, ഗോപിക പറഞ്ഞു. അപ്പോ നിങ്ങൾ 3 പേര്? മഹേഷ് സംശയത്തോടെ ചോദിച്ചു. അവൻ കാരണം ജീവിതം നശിച്ചു തുടങ്ങിയവർ, ലക്ഷ്മിയാണ് മറുപടി പറഞ്ഞത്. പറ, എങ്ങനെ അവനെ കൊന്നത്? മഹേഷ് ചോദിച്ചു. അതിനു മുൻപേ എന്തിനു വേണ്ടിയാണ് അവനെ കൊന്നതെന്ന് സാർ അറിയണം, ഐശ്വര്യ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. മഹേഷ് അവർ പറയുന്നത് കേട്ടു. ഒരു ചെറിയ ഓടിട്ട വീട്, അടച്ചിട്ട മുറിയിൽ ബെഡിൽ കിടക്കുന്ന അരുൺ. വാതിലുകളും ജനലുകളും അടച്ചിട്ട മുറിയിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിന്റെയും മൊബൈലിൽ വരുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷനുകളുടെയും ശബ്ദം മാത്രം. എന്താ മോളെ ഇത്? നിനക്കിന് വിശ്വാസമല്ലേ?
ഞാൻ തന്നെ വാക്ക് പാലിച്ചിരിക്കും. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെ, എന്നൊന്ന് ശരിക്കും കാണുന്നത്. അരുൺ തന്റെ ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡി വഴി മെസ്സേജ് അയച്ചു. മറുവശത്ത് താരയായിരുന്നു. എനിക്ക് എന്നെ വിശ്വാസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. പക്ഷേ വീട്ടിലറിഞ്ഞ പിന്നെ എന്നെ ജീവനോടെ വെക്കില്ല. പക്ഷെ ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. താരയുടെ റിപ്ലൈ. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ ഗോപിക എന്ന് തെളിഞ്ഞു. മോളെ, ഞാൻ ഇപ്പൊ വരാം, ഓഫീസിൽ നിന്നൊരു കോള് വരുന്നു. അവൻ മെസ്സേജ് അയച്ചു. വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഗോപു, അരുൺ പതിയെ വിളിച്ചു. അരുണേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? പനിയെല്ലാം മാറിയില്ലേ? ഗോപിക ചോദിച്ചു. എല്ലാം മാറി വേണേ, എനിക്കൊന്നുമില്ല, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇന്ന് വൈകുന്നേരം അമ്പലത്തിലേക്ക് വരണേ, എനിക്ക് കാണണം, ഗോപിക അവനോട് പറഞ്ഞു. വരാം, പക്ഷേ ഞാൻ ചോദിച്ചത് തരുമോ? അരുൺ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ദേ അരുണേട്ടാ, വേണ്ടാട്ടോ, ഞാൻ പലതവണ പറഞ്ഞതാണ് കല്യാണത്തിന് മുന്നേ അതൊന്നും പറ്റില്ല എന്ന്. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഗോപിക ചെറുദേഷ്യത്തോടെ പറഞ്ഞു. ഓ പിന്നെ, നീ ഞാനും അല്ലാതെ ഈശ്വരൻ പോലും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ എന്റെ അല്ലേ പെണ്ണെ. കല്യാണത്തിന് മുൻപ് എന്റെ കൂടെ കിടന്നു എന്ന് കരുതി ഒന്നും വരില്ല. ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനുള്ള മറുപടി ഞാൻ അമ്പലത്തിന് വരുമ്പോ തരാം, ഇപ്പൊ ഫോൺ വെക്കട്ടെ. അതും പറഞ്ഞ് ഗോപിക ഫോൺ വെച്ചു. അപ്പോഴാണ് അരുൺ ഫോൺ ശ്രദ്ധിക്കുന്നത്. ഒരു നമ്പറിൽ നിന്നും കോള് വന്ന് കിടക്കുന്നു. വീണ്ടും ആ നമ്പറിൽ നിന്നും കോള് വന്നത് അരുൺ അറ്റൻഡ് ചെയ്തു. മറുവശത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് അവൻ കേട്ടത്. അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരുന്നു. അരുൺ, ഹലോ, പ്ലീസ് ഫോൺ വെക്കരുത്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് നീ ഒന്നും പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഇനി എന്നെ വിളിക്കരുത്, ഇത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. ഇങ്ങനെ പറയരുത് അരുൺ, എന്റെ വയച്ച് നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ട്. ആരെങ്കിലും ഇത് അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബം, എന്റെ അനിയത്തിന്റെ ജീവിതം എല്ലാം നശിക്കും. എനിക്ക് വാക്ക് തന്നതല്ലേ എന്റെ കല്യാണം കഴിക്കാന്ന്. അതുകൊണ്ടല്ലേ അന്നേരം നിർബന്ധിച്ചപ്പോ ഞാൻ എന്നെ തന്നെ എനിക്ക് തന്നത്, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ കുഞ്ഞോ, കുറച്ചുനാൾ മാത്രം പരിചയമുള്ള നീ എന്റെ കൂടെ വന്ന് കിടന്നു എന്ന് കരുതി അത് എന്റെ കുഞ്ഞാവോ? എന്നെ പോലെ എത്ര പേരോടെ നീ ഇതുപോലെ പോയിട്ടുണ്ടാവും, അരുൺ പുച്ഛത്തോടെ പറഞ്ഞു. അരുൺ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. വെച്ചിട്ട് ഓടിപ്പില്ലേ, കണ്ടവന്റെ കൂടെ കിടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കി വന്നിട്ട് എന്റെ തലയെ കെട്ടി വെക്കുന്നു. ഇതിലും നല്ലതുപോലെ തീവണ്ടിക്കും തലവെക്കുന്നയാ. ഒന്നുകൂടെ കേട്ടോ, എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഒരു വസ്തു അതൊരിക്കൽ മാത്രം ഞാൻ ഉപയോഗിക്കും, പിന്നെ അതിനോടുള്ള താല്പര്യം പോകും, അരുൺ പുച്ഛത്തോടെ പറഞ്ഞു. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നു അല്ലേടാ നായേ. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ നീ അനുഭവിക്കും, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഫോണ് കട്ട് ചെയ്തു. പിന്നെ ദൈവം എന്നെ കുറെ ഉണ്ടാക്കും. പെട്ടെന്നാണ് അവന്റെ വാതിലിൽ ആരോ ശക്തിയായി മുട്ടിയത്. ആരോടൊന്ന് ഞെട്ടി. പുറത്ത് അഖിലയുടെ ശബ്ദം അവൻ കേട്ടു. ചേട്ടാ, അമ്മയുടെ? അഖില ചോദിച്ചു. അമ്മ വല്യമ്മാന്റെ വീട്ടിൽ പോയി, രാത്രി വരും, അരുൺ മറുപടി പറഞ്ഞു. ആണോ, എന്നാ ഞാൻ പോയി കുളിച്ചേച്ചു വരാം, ക്ലാസ് കഴിഞ്ഞ് നടന്നു വന്നതാ, മുഴുവൻ വേർപ്പാ, അഖില അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. അത് കേട്ടപ്പോ അരുണന്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരുന്നു. പതിയെ അവൻ ഫോൺ കയ്യിലെടുത്ത് വാതിൽ തുറന്ന് പുറത്തു കടന്നു. മുൻവാതിലടച്ച് അവൻ പുറകിലേക്ക് നടന്നു. കുളിമുറിയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ ശബ്ദം ഉണ്ടാക്കാതെ പൂച്ചയെ പോലെ പതുങ്ങി ബാത്റൂമിന് പുറകിലേക്ക് നടന്നു. അരുണിന്റെ വീടിന് ചുറ്റും മറ്റു വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പുറകിലെത്തിയ അരുൺ തന്റെ മൊബൈൽ ക്യാമറ ഓണാക്കി മുന്നിൽ ചാരി വെച്ച പലക ചെറുതായി ശബ്ദം ഉണ്ടാകാതെ നീക്കി. പലക നീങ്ങിയപ്പോൾ അവിടെ ഒരു ഹോൾ അവൻ കണ്ടു. അവന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ക്യാമറ ആ ഹോളിനോട് ചേർത്ത് വെച്ചു. അരുൺ തന്റെ സ്വന്തം സഹോദരിയുടെ നഗ്നത കണ്ട് ആസ്വദിച്ചു. ഫേസ്ബുക്ക് എന്ന മായിക ലോകത്തിലെ ആട്ടിൻ തോലിട്ട ചെന്നായിയായിരുന്നു അരുൺ.
പെൺകുട്ടികളെ ചാറ്റ് ചെയ്ത് തന്റെ വഴിക്ക് കൊണ്ടുവരാൻ അവൻ വിദഗ്ധനായിരുന്നു. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവൻ അവരെ വലിച്ചെറിയും. അങ്ങനെ പല പെൺകുട്ടികൾക്കും അവന്റെ ചതിയിൽ വീണു. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന അഹങ്കാരം അവനെ കൂടുതൽ ധൈര്യവാനാക്കി. വെറും ഒരു മൃഗമായിരുന്നു അവൻ. പെണ്ണെന്നാൽ അനുഭവിക്കാൻ സുഖിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമായിരുന്നു അവന്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്നാണല്ലോ. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ദിവസം അരുൺ തലകറങ്ങി വീണു. വേഗം ഒരു വണ്ടി വിളിച്ച് അമ്മ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫോണിൽ നോക്കിയിരിക്കുമ്പോഴായിരുന്നു അവൻ തലകറങ്ങി വീണത്. അതുകൊണ്ട് ഫോൺ ലോക്ക് ചെയ്യാൻ അവന് പറ്റിയില്ല. അവന്റെ ബെഡിൽ കിടന്ന ഫോണ് റിങ് ചെയ്യുന്നത് കേട്ട് അഖില വേഗം റൂമിലേക്ക് ഓടി വന്ന് ഫോൺ എടുത്തു. എന്റെ ചേച്ചി പോയി. എനിക്കറിയാം ഇതിന് കാരണം നീയാണെന്ന്. നീ ആരെന്നും എവിടെയെന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, നിന്റെ ചേച്ചി എന്നെ വിട്ടു പോകാൻ കാരണം നീയാ. അന്ന് ഞാൻ പോലും അറിയാതെ ചേച്ചി എന്റെ ഫോണിൽ നിന്ന് നിന്നെ വിളിച്ചു. പക്ഷേ ചേച്ചി അറിഞ്ഞില്ല ആ കോള് റെക്കോർഡായി എന്ന്. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാ. ഇനി ഒരു പെണ്ണിനെയും നീ ചതിക്കില്ല. പറയുന്നത് ഐശ്വര്യ. അഖില എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ആ കോള് കട്ടായി. ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു അഖില. അപ്പോൾ തന്റെ ചേട്ടൻ അങ്ങനെയെല്ലാം ചെയ്യുമോ എന്നവർ സംശയിച്ചു. ഉടനെ തന്നെ അവൾ അരുണിന്റെ ഫോൺ ചെക്ക് ചെയ്തു. അവന്റെ ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം അവൾ അരിച്ചു പെറുക്കി. താരയുടെ ചാറ്റ് അവൾ എടുത്തു നോക്കി. ആ മെസ്സേജ് എല്ലാം കണ്ട് തല കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. അരുണിന്റെ കുബുദ്ധി കൊണ്ട് താരയുടെ നഗ്നചിത്രങ്ങൾ അവൻ വാങ്ങിയിരുന്നു. അത് വെച്ച് അവൻ അവളെ ഭീഷണിപ്പെടുത്തി. തന്റെ കൂടെ ഒരു ദിവസം വന്നില്ലെങ്കിൽ ആ ഫോട്ടോസ് എല്ലാവരെയും കാണിക്കും എന്നായിരുന്നു അത്. ഗാലറിയിൽ നോക്കി അവൾക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി. തന്റെ പ്രിയ കൂട്ടുകാരിയുടെ കൂടെ കിടക്കുന്ന അരുൺ കടുത്ത കാമത്തോടെ അവളിലേക്ക് പടർന്നു കയറുന്നു. വേറെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിലെ വീഡിയോ കണ്ട അഖിയുടെ ബോധം മറയുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ കുളിക്കുന്ന വീഡിയോ തന്റെ മാത്രമല്ല അമ്മയുടെയും. അഖിലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അരുണിന്റെ മുഖം ഓർത്തതും അവളുടെ കണ്ണുകളിൽ അഗ്നിയാണ്. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ. അമ്പലത്തിന് മുന്നിലെ ആൽമരത്തിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു അഖില. ഉച്ചസമയം ആയതുകൊണ്ട് അമ്പലത്തിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് തന്റെ സ്കൂട്ടിയിൽ ഗോപിക വന്നിറങ്ങി. ചിരിച്ചുകൊണ്ട് അഖിലയുടെ അടുത്തേക്ക് അവൾ എത്തിയതും അഖിലയുടെ കൈ ഗോപുവിന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഗോപു മുഖം പൊത്തി അഖിയെ നോക്കി. ഗോപു എന്തോ പറയാൻ വന്നതും അഖില തന്റെ ഫോണിലെ വീഡിയോ അവളെ കാണിച്ചു. അത് കണ്ട ഗോപു ഞെട്ടി. താനും അരുണേട്ടനും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ എങ്ങനെ ഇവക്ക്? ഗോപു ആലോചിച്ചു. അഖി, ഞാൻ ഈ വീഡിയോ നിനക്ക്? ഗോപിക വിക്കിനിക്ക് ചോദിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? അഖില ദേഷ്യത്തോടെ ചോദിച്ചു. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു ഏട്ടനോട് ഇങ്ങനെയൊന്നും വേണ്ടല്ല, കല്യാണം കഴിഞ്ഞ് മതിയെന്ന്. പക്ഷെ തറ്റിപ്പോയി. അല്ലെങ്കിൽ ഏട്ടൻ എന്നെ വിട്ട് പോകുക എന്ന് കരുതി. ഞാൻ എന്നോട് ക്ഷമിക്കണമല്ലേ? ഗോപു കരഞ്ഞുകൊണ്ട് അഖിലയെ കീട്ടിപ്പിടിച്ചു. മതി കരഞ്ഞത്. നിനക്ക് ഇഷ്ടം. അവൻ സ്നേഹിച്ചത് നിന്നെ അല്ല, നിന്റെ ശരീരത്തെയാ. അയാളൊരു മനുഷ്യനല്ല, കാമപ്രാന്ത് പിടിച്ചൊരു മൃഗം ആണ്. അഖില ദേഷ്യത്തോട് പറഞ്ഞു. നീ എന്തൊക്കെയാ പറയുന്നത്? അരുണേട്ടൻ ഏട്ടനെ കുറിച്ചാണോ നീ ഇങ്ങനെ? ഗോപു നേട്ടനോട് ചോദിച്ചു. ഏട്ടൻ വളരെ ചെത്തൻ. നിനക്ക് വിശ്വാസം വരുന്നെങ്കിൽ ഇതും കൂടെ കാണു. അഖില തന്റെ കയ്യിലെ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അരുണിന്റെ ഫോണിൽ നിന്നും വീഡിയോസ്, ചാറ്റ്, ഫോട്ടോസ് എല്ലാം അഖില തന്റെ ഫോണിലേക്ക് ആക്കിയിരുന്നു. വാട്സ്ആപ്പ് സ്കാൻ ചെയ്തതുകൊണ്ട് അതിലെ മെസ്സേജ് എല്ലാം അവൾക്ക് കിട്ടിയിരുന്നു. അഖിലയുടെ ഫോൺ നോക്കിയ ഗോപു ഞെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗോപു ഫോൺ നിലത്തിയിട്ട് അമ്പലത്തിന്റെ പുറകുവശത്തേക്ക് ഓടി. ഫോൺ എടുത്ത് അഖിയും അവളുടെ പുറകെ ഓടി. അമ്പലത്തിന് പുറകിലെ പാറക്കുളത്തിന് മുന്നിലെത്തി. കണ്ണുകൾ തുടച്ച് അവൾ ചാടാനൊരുങ്ങിയതും അഖി അവളുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. മുഖം നോക്കി ഒന്ന് കൊടുത്തു. ഗോപു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. നീ എങ്ങോട്ടാ? ചാവാനോ? എന്നിട്ടോ? നഷ്ടം നിന്റെ കുടുംബത്തിന് മാത്രം, അഖി ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇത് പുറത്താരെങ്കിലും പറഞ്ഞാ എന്റെ അച്ഛനമ്മ. ഗോപു കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ആരും അറിയില്ല. ഇനി ഒരു പെണ്ണിനോട് അവൻ അങ്ങനെ ചെയ്യരുത്. അഖി ദേഷ്യത്തോടെ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അഖി? ഗോപു കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. കൊല്ലണം. സ്വന്തം അമ്മയെയും സഹോദരിയെയും കാമത്തോടെ മാത്രം നോക്കുന്നവന് കൊല്ലണം, അഖില പകയോടെ പറഞ്ഞു. അത് കേട്ട് ഗോപു ഞെട്ടി. കൊല്ലാനോ? പക്ഷെ നമ്മളെങ്ങനെ അയാളെ? നമ്മൾ വെറും പെണ്ണുങ്ങളല്ലേ, നമുക്കതിന് പറ്റുമോ? ഗോപു പേടിയോടെ ചോദിച്ചു. അതെ, പെണ്ണാണ്. എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? നിമിഷ നേരം കൊണ്ട് ദേവിയാകുവാനും കാളിയാകുവാനും പെണ്ണിന് കഴിയും. പെണ്ണ് തുനിഞ്ഞിറങ്ങിയ ദൈവത്തിന് പോലും ആവില്ല അവളെ തടയാൻ. ഇവിടെ നമ്മളിത് ചെയ്തേ പറ്റൂ. നിന്റെയും എന്റെയും രക്ഷകൻ മാത്രല്ല, അവൻ കാരണം ജീവിതം നശിച്ച പെൺകുട്ടികൾക്ക് വേണ്ടി, ഇനി ഒരു പെണ്ണും അവന്റെ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടി. അഖി ഗോപുവിനെ നോക്കി പറഞ്ഞു. അവനെ കൊല്ലണം. ഗോപുവിന്റെ കണ്ണുകളിൽ പകയുടെ കനലെരിഞ്ഞു.